എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വലിയൊരു കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ പകൽ കൊള്ളയെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം കേരള ലോട്ടറി ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന 50 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങുന്നത് വളരെ നിർധനരായ നടക്കാൻ വയ്യാത്തവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, യാതൊരു നിവൃത്തിയുമില്ലാതെ ഒരു ടിക്കറ്റ് വിറ്റാൽ അത് 5 രൂപ കിട്ടുകയാണെങ്കിൽ, ഒരു 10-15 രൂപ കിട്ടിയാണ് ഇപ്പോൾ ടിക്കറ്റ് അവർക്ക് വിൽക്കുകയാണെങ്കിൽ, അതിൽ കിട്ടുന്ന ആ ഒരു തുച്ഛമായ ലാഭം കൊണ്ട് അർത്ഥപ്രശ്നി ഒഴിവാക്കാൻ നടക്കുന്ന ചിലർ, അവരിൽ അങ്ങനെ നടന്ന ഒരാളിൽ നിന്നും വാങ്ങിയ ടിക്കറ്റ് ഒരാൾക്ക് 1ാം സമ്മാനം കിട്ടി. അയാൾ ടിക്കറ്റ് ബാങ്കിൽ കൊടുത്ത് 3 മാസം കഴിഞ്ഞിട്ടും ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റ് ശേഷം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് എന്നാണ്. വളരെ സങ്കടം തോന്നി. എന്തോ ഒരു സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടായിരുന്നു അവർ ആ ടിക്കറ്റ് ആ ബാങ്കിൽ കൊടുത്തത്. അവസാനം സംഭവിച്ചത് ആ ടിക്കറ്റ് മറ്റൊരാൾക്കടിച്ചു, അവർ കൊണ്ടുപോയി ഈ ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് എന്ന് വളരെ അനായാസമായിട്ടുള്ള ഒരു മറുപടിയാണ് അവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയത്. ഇത് ഏറ്റവും മനുഷ്യനെ ഏറ്റവും വിഡ്ഢിയാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ലോട്ടറി ടിക്കറ്റ് എന്ന് ഇതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഉള്ളത്, നിങ്ങളെ ജനം അംഗീകരിക്കും, നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ആൾക്കാർ സന്തുഷ്ടരാണ്. പക്ഷേ എങ്കിലും ഈ പകൽക്കൊള്ള നടത്തുന്ന ഈ കാപട്യം നിറഞ്ഞ ഇവന്മാരെ തൂക്കുകയർ കൊടുക്കേണ്ട ഒരാവശ്യമാണ്. ജനങ്ങളെ വഞ്ചിച്ച്, ഒരു ഗവൺമെൻറ്റിനെ വഞ്ചിച്ച്, ഒരു സമൂഹത്തെ വഞ്ചിച്ച്, മനുഷ്യൻ്റെ ഒരു നേരത്തെ ആഹാരം വരെ മുടക്കുന്ന ഈ സംവിധാനത്തിൽ കടന്നുകൂടി കള്ള ടിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് അത് കൊടുത്ത കള്ള ഏജൻ്റന്മാരെയും ഇവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉടൻ തന്നെ അതിന് മാന്യമായ ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോകും. ഇവർ ഈ മയക്കുമരുന്ന് മാഫിയയെക്കാളും കൂടുതൽ ഉപദ്രവം ചെയ്യുന്നവരായിരിക്കും. ഇവരെ കഴിയുന്ന നിയമത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട നിർദ്ദേശങ്ങൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം. അതായത് ഇവിടെ നടക്കുന്നത് കെട്ട് അല്ലെങ്കിൽ ട്രക്ക് കണക്കിന് ടിക്കറ്റുകൾ വാങ്ങി ഏജൻറ്റുമാർ കൊണ്ടുപോകണം. അതിലവർ എന്താണ്, അവരിതിനെന്തെങ്കിലും കളിക്കുന്നില്ല ഒന്നും അറിയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നടന്ന വസ്തുത അനുസരിച്ച് അനായാസം എന്ത് കൊള്ളത്തരം ഏത് ടിക്കറ്റും അടിച്ച് ഇവർക്ക് സെയിൽ ചെയ്താൽ ഇവരെ ചോദിക്കാനും പറയാൻ ആളില്ല. ഇതിൽ 5000 രൂപയുടെ ടിക്കറ്റുണ്ട്, 2000 രൂപയുടെ, 3000, ഇവർ 100 രൂപ വരെ. അത് മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്. അവർക്കൊരു 100 രൂപ കിട്ടിയാലും നാളെയും അത് വെച്ചൊരു ടിക്കറ്റ് എടുക്കാമല്ലോ. അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന അവർക്ക് ഒരു ഇടിമിന്നൽ പോലെയാണ് ഈ ന്യൂസ് കേട്ടത്. ഫസ്റ്റ് പ്രൈസ് അടിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തി കൊടുത്ത ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അറിയുന്നത് ഈ റോഡേ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാടുന്നാണ് വാങ്ങിയത്. ആരും എന്താണെന്ന് അറിയാം. അതിങ്ങനെ ഈ പാവങ്ങൾ ടിക്കറ്റ് എടുത്ത് പിന്നെ ഇങ്ങനെ ചുറ്റി നടക്കും, അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യുന്നത് തന്നെ വലിയ ഒരു ഗൂഢ കേന്ദ്രങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. കാര്യം ഇത് എത്ര ടിക്കറ്റ് അടിച്ചു, എവിടെ വിറ്റു, അതിനൊന്നുമില്ല. ഇവരൊരു മൊത്തത്തിൽ എന്തെങ്കിലും ഒരു കണക്ക് നോക്കി വെച്ചിരിക്കും. കഴിവതും ഈ ടിക്കറ്റിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അതിന് വല്ല സ്വൈപ്പിംഗ് മെഷീൻ കൊടുത്ത് അവർ പൈസ ഡിപ്പോസിറ്റ് അപ്പം തന്നെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇട്ട് അത് മതി. ഇവർക്ക് ടിക്കറ്റ് എടുക്കാൻ നമ്പർ നോക്കാനൊന്നും നടക്കേണ്ട. അതിലാകുമ്പോൾ ഈ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. ഒരു ചെറിയൊരു സ്വൈപ്പിംഗ് മെഷീൻ, അത് വലിയ വില കാണത്തില്ല. അതിനിപ്പോൾ ടെക്നോളജി ഒത്തിരി വളർന്നിട്ടുണ്ട്. അവരോട് പറഞ്ഞ് അവർ നല്ല പ്രോഗ്രാം ചെയ്തു നല്ലൊരു സ്ട്രോങ്ങുള്ള സെർവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അനായാസം ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻറ്റിങ് പരിപാടി ഒഴിവാക്കാൻ പറ്റും. ഈ ടിക്കറ്റ് പ്രിൻറ്റിങ്ങിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്. ഇവർക്ക് പല പരിപാടികളും കാണിക്കാറുണ്ട്. അവർ കുറച്ച് ടിക്കറ്റ് അടിച്ച് വിറ്റാലും അവർക്ക് ലാഭം കൊയ്യും. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ദീർഘവീക്ഷണത്തിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകണം. ആദ്യം കഴിവതും ഈ ടിക്കറ്റ് ഒഴിവാക്കി ഒരു സ്വൈപ്പിംഗ് മെഷീനിൽ കൂടെ രീതിയിലുണ്ടാക്കുക. രണ്ടാമത് ടിക്കറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പിൻപുറത്ത് കാണുന്ന രീതിയിൽ വ്യക്തമായ ആ ഏജൻറ്റിൻ്റെ സീൽ ഉണ്ടായിരിക്കണം. ഏത് ഏജൻസിയാണ് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കണം. അതും
അതിനു പുറമെ ഈ ടിക്കറ്റ് ഏതൊക്കെ ഏജൻസി എത്ര ടിക്കറ്റ് വാങ്ങി, എന്താണ് അതിൻ്റെ ലാഭം കൊയ്തില്ല, അതിൻ്റെ റിട്ടേൺസും ഇവർ എല്ലാ ദിവസവും അതിൻ്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം 2:30 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് സെയിലാണ്. ബാക്കി ടിക്കറ്റ് ഇവർ അതിൻ്റെ സംവിധാനങ്ങൾ ഒന്നുകൂടെ സൂക്ഷ്മ പരിശോധന ചെയ്യണം. ഇതില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറായിപ്പോവും. ഇവിടെ മയക്കുമരുന്നിനേക്കാളും വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രിയും ഈ ആഭ്യന്തരമന്ത്രി ഇതിന് വേണ്ട ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ന് തന്നെ ഇതിന് നെഗസ്റ്റായിട്ടുള്ള ഒരു വടികൾ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ വിശ്വാസം നശിച്ചു പോകും. ഇതിൽ കൂടി സ്റ്റേറ്റ്സിനും തെറ്റില്ലാത്ത ലാഭം കിട്ടുന്നുണ്ട്. ആരെങ്കിലും കുറച്ച് ആൾക്കാർ അവരവരുടെ മോഹങ്ങൾ പൂവണിയുന്നുണ്ട്. നല്ലതാണ്. ഒരാൾക്ക് നഷ്ടപ്പെടുന്ന 50 രൂപയാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഇടുന്ന 1 കോടിയോ 25 ലക്ഷമോ 30 ലക്ഷമോ 5 ലക്ഷമോ 5000 വാട്ട് ഓർ ഇറ്റ് മേ ബി, അത് നല്ലൊരു കാര്യമാണ്. അത് മോശമെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചാരന്മാർ കടന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിനെ ഒരു കള്ളനോട്ട് എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് ആ രീതിയിൽ കണ്ടുപിടിക്കണം. അതിനുള്ള നിയമങ്ങളുണ്ടായിരിക്കണം. ഒപ്പം സാധിച്ചാൽ ഈ ടിക്കറ്റ് ഇപ്പോൾ സ്വൈപ്പിംഗ് മെഷീൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ സാധിക്കും. ഇനി അതിന് താമസം വരികയാണെങ്കിൽ തന്നെ ഈ ടിക്കറ്റ് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയിൽ, സീൽ ചെയ്ത വണ്ടിയിൽ വിത്ത് സെക്യൂരിറ്റി സിസ്റ്റം ഓരോരോ കടയ്ക്കും എത്ര സീരിയൽ വെച്ച് എത്ര ടിക്കറ്റാണ് കൊടുക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ടായിക്കഴിഞ്ഞാലും ആർക്കെങ്കിലും ടിക്കറ്റ് അടിച്ച് പൈസ കിട്ടിയില്ലെങ്കിൽ അത് ഏത് ഏജൻറ്റിൽ നിന്ന് എടുത്തെന്നുള്ള വിവരം കിട്ടാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാം, ഒന്ന് മാനേജ് ചെയ്താൽ. കാരണം അനാവശ്യമായിട്ട് ജോലിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ഒത്തിരി ജോലിക്കാർ പലയിടത്തും ഉണ്ട്. പല ഗവൺമെൻറ് ഓഫീസ് അവരൊക്കെ എടുത്ത് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. അങ്ങനെയെങ്കിലും നഷ്ടം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, എത്രയും വേഗം ഈ തീവെട്ടി കൊള്ളക്കാരെ പിടിക്കാൻ ശ്രീ വി.ഡി. സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ചേർന്ന് നിൽക്കാൻ. നമുക്ക് നല്ലൊരു പോലീസ് സേനയുണ്ട്. എല്ലാ രീതിയിലും പ്രാഗൽഭ്യം സൃഷ്ടിച്ചവരാണ്. അവരെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇമ്മീഡിയറ്റായിട്ട് ഇവർ കൊടുക്കുന്ന ടിക്കറ്റിൽ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം, ആ സീൽ ഉണ്ടായിരിക്കണം. ചുമ്മാ എന്തെങ്കിലും പകുതി കാണും പകുതി കാണാത്ത രീതിയിൽ കറക്റ്റായിട്ട് സീലിംഗ് അടിച്ചിരിക്കണം. ആ രീതിയിൽ അതിന് ശേഷം ഇവർ ടിക്കറ്റ് പുറത്ത് കൊടുക്കാൻ പറ്റൂ. രണ്ടാമത് ഏത് ഏജൻസിക്ക് എത്ര ടിക്കറ്റ് കൊടുത്തു അത് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ എവർക്കെങ്കിലും ടിക്കറ്റ് പോയി ആ ടിക്കറ്റ് ഏത് ഏജൻസിയിൽ നിന്നാണ് പോയതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന് നല്ല ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഓഫീസേഴ്സുണ്ട്, എല്ലാ ആൾക്കാരുമുണ്ട്, കഴിവുള്ള മന്ത്രിമാരുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു അബദ്ധം, ഈ തീവട്ടിക്കുള്ള UDF ഗവൺമെൻറ്റിന് ഒരിക്കലും വച്ചു പൊറിപ്പിക്കരുത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആക്ഷൻ എടുത്താലും. ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, പട്ടിണിപ്പാവങ്ങളും കണ്ണ് കാണാത്തവരും വികലാംഗരും ഒക്കെ വിൽക്കുന്ന ടിക്കറ്റാണ്. അവരെ പറ്റിക്കരുത്, പാവം പിടിക്കുകയാണ്. അത് ശ്രീ വി.ഡി. സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ഉടൻ തന്നെ ഇതിന് വേണ്ട ആക്ഷൻ എടുത്താൽ. ഈ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണത് വളരെ അത്യാവശ്യമാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.